ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ഫ്രേസ് ഉണ്ട്, ഏർലി ബേർഡ് ക്യാച്ചസ് ദ വർം എന്നാണ് അതിനെ പറയുന്നത്. അല്ലെങ്കിൽ ആദ്യം ഒരു ആശയത്തോടെ തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് കസ്റ്റമേഴ്സും കിട്ടുമെന്നുള്ളൊരു ഐഡിയ ആണ്. ഇപ്പോൾ ഏർലി ബേർഡ് ക്യാച്ചസ് ദ വർം എന്നുള്ള ഫ്രേസ് നമ്മൾ സംരംഭകത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാവുക. പക്ഷേ ഇത് ശരിയാണോ കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ മാതിരി ഒന്നുകിൽ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടോ ഒരു സംരംഭം തുടങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് എത്രത്തോളം മാർക്കറ്റിൽ അക്സെപ്റ്റബിൾ ആകുമെന്നോ അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ മാർക്കറ്റിൽ ആരായിരിക്കും അതിൻ്റെ കസ്റ്റമേഴ്സ് എന്നോ ഏത് മാർക്കറ്റിൽ വർത്തിക്കണമെന്നോ ഏത് ജിയോഗ്രഫിയിൽ വർത്തിക്കണമെന്നുള്ള ഐഡിയ ഒന്നും ഇല്ലാതെ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുള്ള അനിശ്ചിതത്വം അല്ലെങ്കിൽ അൺസർട്ടനിറ്റി അതിനകത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സംരംഭങ്ങൾ അവർ സംരംഭമായിട്ട് വന്നിട്ട് പിന്നെ മാർക്കറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മാറിയൊക്കെയാണ് മാർക്കറ്റിന് ഉതകുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റോ സർവീസോ സൊല്യൂഷനോ ആക്കി മാറ്റുക. അങ്ങനെ മാറുമ്പോഴത്തേക്കാണ് മാർക്കറ്റ് അതിൻ്റെ ബോണ്ട് ഉണ്ടായി അത് നീഡായിട്ട് മാറി ആൾക്കാർ അതിനെ കൂടുതലായിട്ട് വാങ്ങുക. പർട്ടിക്കുലർലി പുതിയ പുതിയ പ്രൊഡക്റ്റുകളും പുതിയ സർവീസുകളും പുതിയ സൊല്യൂഷൻസും പുതിയ ടെക്നോളജിയൊക്കെ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അക്സെപ്റ്റൻസ് എത്രയുണ്ടായിരിക്കും, അത് എങ്ങനെ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി വളരെ കൂടുതലായിട്ടുള്ള ഐഡിയ ഇല്ലാത്തതിനാൽ വളരെ കൂടുതലായിട്ടുള്ള അനിശ്ചിതത്വം ഉണ്ടാകും. അപ്പോൾ ഈ അനിശ്ചിതത്വമൊക്കെ മാറ്റി വരുമ്പോഴത്തേക്കാണ് ആ കമ്പനി അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് സൊല്യൂഷൻ മാർക്കറ്റിൽ ശരിക്കും മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എന്തിനെപ്പറ്റി നമുക്കിപ്പോൾ ഇൻ്റർനെറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. ഞാൻ മനസ്സിലാക്കുന്ന ലോകത്ത് ഒരു 85% കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ സൊല്യൂഷൻസോ ടൂൾസോ ഉപയോഗിച്ചാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഗൂഗിളിന് മുമ്പായിട്ട് യാഹൂ എന്നൊരു സൊല്യൂഷനായിരുന്നു. വളരെ അറിയപ്പെടുന്ന ഒരു കമ്പനിയായിരുന്നു, വളരെ പച്ചപിടിച്ച് മുമ്പോട്ട് ഒരു കമ്പനിയായിരുന്നു. സിലിക്കൺ വാലിയിലൊക്കെ വളരെ കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കമ്പനിയായിരുന്നു. എന്നാൽ ആ യാഹൂ എന്നുള്ള ആദ്യത്തെ കമ്പനി നിലവിലില്ല. അതേസമയത്ത് ആ യാഹൂ എന്ന കമ്പനിയുടെ ആൽഗോരിതം അല്ലെങ്കിൽ സെർച്ച് ആൽഗോരിതം അവരുടെ പോരായ്മകളൊക്കെ പരിഹരിച്ച് അത് പഠിച്ച് ഒരു പുതിയ ആൽഗോരിതവും ആ മാർക്കറ്റിന് ഉതകുന്ന രീതിയിലുള്ള ഒരു നൂതനത്വവും മാർക്കറ്റിൽ ഈസ് ഓഫ് യൂസിൻ്റെ ഇതുമായിട്ട് വന്ന ഗൂഗിൾ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം മാർക്കറ്റ് പിടിച്ചടക്കി. അപ്പോൾ ശരിക്കും ഞാൻ യാഹൂവിന് അല്ലെങ്കിൽ യാഹൂവിന് മുമ്പുള്ള സെർച്ച് എഞ്ചിൻ ഉണ്ടാക്കിയ ആൾക്കാരെ ഏർലി ബേർഡായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇര ക്യാച്ച് ചെയ്തില്ല അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സസ്റ്റൈനബിൾ ലെവലിൽ ക്യാച്ച് ചെയ്യില്ല എന്ന് മനസ്സിലാവും. ഇതിൽ നിന്നും ശരിക്കും മനസ്സിലാക്കുന്നത് ഒരു ഏർലി ബേർഡായിട്ട് മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്യാൻ പോകുന്നതിൽ വളരെ ഭീമമായ രീതിയിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഫൈനാൻസ് ഇഷ്യൂസും മാർക്കറ്റ് അക്സെപ്റ്റബിലിറ്റി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു അൺസർട്ടനിറ്റി നമ്മൾ വിലയിരുത്തണം. പക്ഷേ അത് കണ്ട് മനസ്സിലാക്കി അത് കണ്ട് പഠിച്ച് പിന്നീട് വരുന്ന കമ്പനികളായിരിക്കും ആ മാർക്കറ്റിനെ കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉണ്ടാക്കുക, മാർക്കറ്റിനെ ഭീമമായിട്ട് കീഴ്പ്പെടുത്തുക. ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുന്നത് എപ്പോഴും നന്നായിരിക്കും.